സാറിനോട് കുറച്ചുകൂടെ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു സാധനം ഇല്ലേ? എനിക്ക് സാറിനെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ആ ഒരു ഏജ് തൊട്ട് സാറിന്റെ പാട്ടുകൾ കേട്ട് നമ്മൾ ചില പാട്ടുകൾ കേൾക്കുമ്പോൾ ഈ നമ്മളെ മുക്കിയെടുക്കാറുണ്ടെന്ന് പറയില്ലേ, ഇമേഴ്സ്ഡ് ആയി പോകാറുണ്ട്. അതേപോലെ ഒരു ഫീല് ചില പാട്ടുകളിലെ ഹമ്മിങ് വരുമ്പോഴൊക്കെ ചിലപ്പോൾ ഹമ്മിങ് ആയിരിക്കും, ഇല്ലെങ്കിൽ അതിന്റെ ബാക്കിൽ കിടക്കുന്ന ഒരു സാധനം കേൾക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഈ പാട്ട് നിരന്തരമായിട്ട് കേൾക്കുന്നത്. അപ്പോൾ ചില പാട്ടുകൾ കേൾക്കുമ്പോൾ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് ഇത് എങ്ങനെയാണ് ഇത് മേക്ക് ചെയ്യുന്നുള്ളത്. ഞാൻ സാറിന്റെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. സാറ് അന്ന് കുറച്ച് പാട്ടുകളൊക്കെ നോക്കി ഒന്ന് ആദ്യമല്ല, എപ്പോഴും സാറിന് നമുക്ക് അങ്ങനെയാണ്, പേടിയാണ്. അപ്പം ആ ഒരു അകലമുണ്ട്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും സാറ് പാട്ടുകളൊക്കെ എൻ്റെ അടുത്ത് ഈ പാട്ട് മാറ്റിയിട്ട് നമുക്ക് ഇത് ഇടാല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞു സാർ എനിക്ക് മറ്റേ നീലത്താമരയില്ല പകലൊന്നും മാഞ്ഞ രീതിയിൽ. അപ്പം സാർ എന്നെ നോക്കി, ഓഹോ ഭയങ്കര ഫാനാണല്ലോ. അപ്പം ഞാൻ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് സാർ. ഓക്കെ അതൊക്കെ നമുക്ക് ഷോന് പാടാൻ പറ്റും. ഞാൻ പറഞ്ഞു എന്നാലും എനിക്കത് പറയണം. അങ്ങനത്തെ കുറേ പാട്ടുകളുണ്ട്, ഞാൻ അത് അധികം ആരും പറയില്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെ ആ പ്രോഗ്രാമിന് ഈ പറഞ്ഞ പോലെ ചാന്തുകുടഞ്ഞൊരൊക്കെ അന്ന് നല്ല, ഞാൻ വിചാരിച്ചതിലും ഭയങ്കര ഫസ്റ്റ് ഹമ്മിങ് ഞാനും നജീമും കൂടി. നമുക്കത് പാടിയാ കാരണം എന്താ വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ചാന്തുകുടഞ്ഞൊരു. അതിന്റെ ഹമ്മിങ് തുടങ്ങുമ്പോൾ തന്നെ ഹമ്മിങ്ങിൽ തന്നെ ഞാൻ വീണു കൊടുത്തൊരു പാട്ടാണ്. ഹമ്മിങ് മാത്രമായാലും മതി, ഇനി പാട്ട് വേണമെന്നില്ല, അത്രയ്ക്കും സൂപ്പർ സാധനമാണ്. അത് റിഹേഴ്സലിന് പാടുമ്പോൾ തന്നെ സാർ ഇങ്ങനെ നോക്കി ഇങ്ങനെ നിന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അത് പാടിയില്ലെങ്കിൽ സാർ അപ്പം പറയും ഓക്കെ നെക്സ്റ്റ് പാട്ട് വേറെ ആക്കാമെന്ന് പറയും. അത്രയും സാർ ഓപ്പണായിട്ട് പറയും. അപ്പം എനിക്ക് ഈ പാട്ട് അത്ര ഭ്രാന്താണ്. അത് സുജാ ചേച്ചിയോടൊക്കെ ഷഹബാസൊക്കെയോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ആക്ച്വലി ഈ പാട്ട് പിന്നെ ഒറ്റയ്ക്ക് പാടുന്നത് ബുദ്ധിമുട്ടാണ്. കാരണം ഇങ്ങനെ ഗിവ് ആൻഡ് ടേക്ക്, ആ ഗിവ് ആൻഡ് ടേക്കിൽ ഒരു മൈക്രോ സെക്കൻഡ് തെറ്റിയ മൊത്തം പോയി. അപ്പൊ ഞാൻ തെറ്റിക്കാതെ പാടി നോക്കിയാലോ? അത് പറഞ്ഞപ്പോ ഞാൻ ഒരു വെള്ളി അത് വേണോന്നൊക്കെ. ചിലരൊക്കെ എന്നെ ഇങ്ങനെ പ്രേരിപ്പിക്കില്ലേ പാടാൻ. ഇപ്പോ രാജലക്ഷ്മിക്ക് എന്തായാലും എന്നെ അറിയാം. അതെ, എന്നെ കുറച്ച് പാട്ടൊക്കെ പഠിപ്പിച്ചു തന്നൂടെ? അല്ല, പാട്ട് ഭയങ്കര ഇതാണെന്ന് എനിക്കറിയാം. ഇവിടം വരെ ഉണ്ടെന്ന് എനിക്കറിയാം. പുറത്തേക്ക് വരത്തരുത്, ഇവിടം വരെ ഓക്കെ. അങ്ങനെയല്ല, ഈ പാട്ടായത് ഉള്ളിൽ പാട്ടൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ ഇത് പുറത്തേക്ക് വിടണം. ഇത് പാട്ട് അയ്യോ ഇതൊക്കെ പാടുകയാണെങ്കിലേ ആ പാടിയ സുജാത ചേച്ചി തന്നെ ഇനി അത് വീണ്ടും പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ചേച്ചി തന്നെ പറയും വേണ്ട മോനെ നന്നായിട്ട് ഞാൻ പാടി വെച്ചിട്ടുണ്ട് എന്ന് പറയും. അത്രയ്ക്ക് അസാധ്യ പാട്ടല്ലേ. അപ്പൊ ഞാൻ പാടി നോക്കാം. പക്ഷെ ഈ പറഞ്ഞ എനിക്ക് ഇപ്പുറത്തൊരു കുറ്റി വേണം, എന്നാലേ അത് വരുള്ളൂ. എന്നാലും ഞാനിവിടെ മയിൽക്കുറ്റിയായിട്ട് അത് പറ്റില്ല. പാടണം. ഇങ്ങനെ പോവും. അതാ ഞാൻ അവസാനത്തെ പോർഷൻ. അത് മേല് പാടുമ്പോ അതാണ് സാധനം. അത് കൊണ്ട് നിർത്തുമ്പോണ്ടല്ലോ നമ്മൾ തലേക്ക് ഇങ്ങനെ പെരുത്ത് വരില്ലേ. ഞാൻ ഓരോ പ്രാവശ്യം ഈ പാട്ട് ആ ഹമ്മിങ് ഇല്ലാതെ ഒരു തരത്തിലും കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമല്ല. അതിങ്ങനെ പീക്കിൽ കൊണ്ട് അതാ ലൈവില് അന്ന് പാടിയത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അത് ഒരുപാട് പേര് ആ സമയത്ത് സ്റ്റോറി ഇങ്ങനെ മെൻഷൻ ചെയ്തു. ആ സമയം ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ നമ്മളിത് എന്താണ് സംഭവിക്കാൻ പോണേന്നിങ്ങനെ. കാരണം ഞാനും നജീമ അങ്ങനെ പാടിയില്ലെങ്കിൽ അത് പോവും കയ്യിൽ. അപ്പൊ കൃത്യമായിട്ട് അവിടെ കൊണ്ടുവന്ന് എത്തി. ഈ വെള്ളം തെറിക്കുന്ന ശബ്ദം അവിടെ ക്ലാപ്പ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഒരു അതൊക്കെയാണ് നമ്മുടെ ലൈവ് സിംഗിങ്ങിന്റെ ആ ഒരു സുഖം എന്ന് പറഞ്ഞാൽ നമ്മളെ കൊടുക്കുന്നതിന്റെ ആ ഒരു ഇത് അപ്പൊ തന്നെ കിട്ടുക. ശരിക്കുമുള്ള ഒരു പ്രേമത്തിന്റെ ഒരു പീക്കല്ലേ ആ ഹമ്മിങ്ങിൽ ശരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതൊരു ജീനിയസ്. ആ സിനിമയുടെ ഇത് ആ ഹമ്മിങ്ങിലുണ്ട്. അതെ അത് ആ കഥയുടെ പ്രധാനപ്പെട്ട ആ സ്പേസിൽ തന്നെ അത്തരം ഒരു ഹമ്മിങ്ങിനെ ചേർക്കുമ്പോൾ ചിലപ്പോൾ സജഷൻസ് ഉണ്ടായിരുന്നിരിക്കും, എനിക്കറിയില്ല, അതിൻ്റെ പിന്നിലെ കഥ എനിക്കറിയില്ല. പക്ഷേ
ഇങ്ങനെ തന്നെ ഒരു കോൺസെപ്റ്റ് തന്നെ ഇങ്ങനെ വർക്കൗട്ട് ചെയ്ത് അതെ. അതിങ്ങനെ ഭയങ്കര ജീനിയസ്. ആ ഹമ്മിങ്ങിൽ തന്നെ ക്ലൈമാക്സും കഴിഞ്ഞു. അതിൻ്റെ ആ ഒരു പാരമ്യത്തിലേക്ക് അത് എത്തി. അത് ബ്രില്യൻ്റ് ആണ്. വിദ്യാജിയുടെ അടുത്ത് ചോദിക്കണം എപ്പോഴെങ്കിലും എങ്ങനെയാണത്. ഈ പറഞ്ഞ സജഷൻസ് ഉണ്ടായി കാണും. അപ്പോൾ അങ്ങനെ ആ പാട്ട് പിന്നെയും വെണ്ണില ചന്ദനക്കിണ്ണം, കരളി നിൻക, അങ്ങനെ കുറേ പാട്ടുകൾ അന്ന് എനിക്ക് സാറ് ഇവിടെ നിന്ന് കണ്ടക്ട് ചെയ്യല്ലേ ഇവിടെ നിന്ന്. നമ്മൾ ഇവിടെ നിന്ന് പാടുമ്പോൾ പറഞ്ഞാൽ അത് പേടിയാണ്. പക്ഷെ എന്നാലും അത് നന്നായിട്ട് ചെയ്യാൻ പറ്റി. അതല്ല ക്രിയേറ്റർ അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് പിന്നെ ഒരു കാര്യം വെച്ചാൽ നമ്മൾ ആ ഒരു സമയം കഴിഞ്ഞാൽ അതൊക്കെ വിടണം. നമ്മൾ മാത്രമേ ഉള്ളൂ സ്റ്റേജിൽ. ഞാൻ അങ്ങനെ കേട്ടോ. ഞാൻ പ്രത്യേകിച്ച് എനിക്ക് യുഗ്മഗാനമൊക്കെ പാടുമ്പോൾ ഞാൻ പിന്നെ ആ ഒരു മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ പണ്ട് കോൺഷ്യസ്, ഇപ്പം അതൊക്കെ വിട്ടു. ഇപ്പം എന്താണോ ആ പാട്ട്, ഞാൻ ആ പാട്ടിലേക്ക് മാത്രമേ പോവുള്ളൂ. എൻ്റെ എന്തുവാ ഞാൻ ഇട്ടിരിക്കുന്നത്, ഞാൻ മേക്കപ്പ് കൂടിയോ കുറഞ്ഞോ അല്ലെങ്കിൽ ഒന്നും എനിക്ക് വിഷയമില്ല. അങ്ങനെയാണ് ഞാൻ പാട്ടുകൾ ഫീല് ഉള്ളിലേക്ക് എടുത്തിട്ട് അവിടെ അപ്പോൾ ആ ഫീലായിരിക്കും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതാണ് ഫീലാണ് എപ്പോഴും ആദ്യം അതേ ഫീൽ കമ്മ്യൂണിക്കേറ്റ് ആവുള്ളൂ. അത് വരി ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ. ഞാൻ അങ്ങനെ കേട്ടോ വിശ്വസിക്കുന്നത്. വരിയാണ് അതിൻ്റെ ഏറ്റവും എന്താ പറയുക, കാതല വരിയാണ്. അത് കഴിഞ്ഞിട്ട് ട്യൂണ് പിന്നെയാണ്. അത് ആ വരിക്ക് മാച്ച് ചെയ്തൊരു ട്യൂണ് കൂടി കയറുമ്പോഴാണ് അത് ഏറ്റവും ഇരിക്കുന്ന ആൾക്ക് കമ്മ്യൂണിക്കേറ്റ് ആണ്. അപ്പം ഞാൻ അങ്ങനെയാണ് പാട്ടുകൾ എപ്പോഴും ലൈവിൽ പാടാറുള്ളത്. അപ്പോൾ അത് അത്രയും പ്രാക്ടീസ് ഉള്ളതുകൊണ്ട് മ്യൂസിക് തെറ്റില്ല. മ്യൂസിക് നമ്മൾ ഓൾറെഡി കുറച്ചധികം കേട്ട് അങ്ങോട്ട് പഠിച്ചു വെക്കും. അത് ഉള്ളിലുണ്ടാവും. പ്രത്യേകിച്ച് അമ്മ പഴയ പാട്ടുകളൊക്കെ ആണെങ്കിൽ അമ്മ എല്ലാ പാട്ടുകളും അമ്മ എനിക്ക് പാടി തന്നിട്ടുണ്ട് കൊച്ചിലെ തൊട്ട്. ഞാനൊരു അമ്മൂമ്മ പ്രായമൊന്നും ഇല്ലെങ്കിലും ഞാൻ കൊച്ചിലെ കേൾക്കുന്നതൊക്കെ പഴയ പാട്ടുകളാണ്. അവിടുന്നെൻ ഗാനം കേൾക്കാൻ, ഇത് വാസന്ത പഞ്ചമി നാളിൽ താനേ തിരിഞ്ഞും മറിഞ്ഞും, ഇങ്ങനെയൊക്കെയുള്ള കാദംബരി, ഇങ്ങനെ. അപ്പോൾ അതൊക്കെ ട്യൂൺ ആയതുകൊണ്ട് എനിക്ക് എൻ്റെ ഉള്ളിലുണ്ട്. പക്ഷെ വലുതായി വരുമ്പോൾ എന്താണ് സന്ദർഭം, എങ്ങനെയാണ് അവർ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ ഈ ഫിലിം യൂട്യൂബ് വന്നത് എനിക്ക് ഭയങ്കര ഒരു അനുഗ്രഹമായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം യൂട്യൂബിൽ നമ്മളിപ്പം പല പാട്ടുകളും നമ്മൾ ചിലപ്പോൾ ഇത് ശോകഗാനമാണെന്ന്, പക്ഷെ ചിലപ്പോൾ അത് നമ്മൾ വിഷ്വൽ കാണുമ്പോഴായിരിക്കും അതൊരു ഇപ്പം അകലെ നീലാകാശം അത് കേൾക്കുമ്പോൾ നമ്മളൊരു സാഡ് ഉണ്ട് അതിൽ. പക്ഷെ അത് എനിക്ക് സത്യനും ശീലം അവർ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഓടിക്കളിച്ച് പാടാവട്ടാ. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഈ വിഷ്വൽ ഞാൻ എപ്പോഴും കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ എൻ്റെ ഒരു പ്രത്യേക രീതിയിലുള്ളൊരു പഠനമാണ്. പക്ഷേ പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ലൈവിൽ എനിക്ക് ഒരു പെശകുകൾ വരാതെ മ്യൂസിക് ഡയറക്ടറിനെ ഒരിക്കലും എൻ്റെ പാട്ട് നശിപ്പിച്ചു അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റും. അതുകൊണ്ടായിരിക്കണം മിക്കവാറും എല്ലാ സംഗീത സംവിധായകരും അവരുടെ ഓൺ സോങ്സിൻ്റെ പ്രോഗ്രാമിനൊക്കെ വിളിക്കാറുണ്ട്. ലൈവ് ഷോസ് അന്നും ഇന്നും ഇങ്ങനെ